Hello everyone, welcome to Central Government Job Updates. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന 3 എക്സാംസുകളെ പറ്റിയിട്ടാണ്. എന്നാണ് ഇതിന്റെ എക്സാം നടക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇതുവരെയും നോട്ടിഫിക്കേഷൻ ഔട്ടായി ആപ്ലിക്കേഷൻ ലൈവ് ആവാത്തത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും അറിയാൻ കാത്തിരുന്ന 3 എക്സാംസുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് KVS ആണ്, കേന്ദ്രീയ വിദ്യാലയ സംഘാതന്റെ കീഴിൽ വരുന്ന നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് പോസ്റ്റുകളുടെ വാക്കൻസി ഉൾപ്പെടെയുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ആപ്ലിക്കേഷൻ ലൈവ് ആവുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ് വരുന്നത് MES, നമുക്കറിയാം മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസസ് എന്ന് പറയുന്നതാണ്. മിലിറ്ററിയുടെ ആർമിയുടെ ഭാഗത്തു നിന്ന് വരുന്ന എഞ്ചിനീയറിംഗ് സർവീസസ് ആണ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസാണ് MES സർവീസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ പോലത്തെ വാക്കൻസിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന FCI വാക്കൻസി, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന വാക്കൻസിയാണ് FCI എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ BTech ഫുഡ് ആൻഡ് ടെക്നോളജി പഠിച്ചവർക്ക്, ഹെൽത്ത് ഇൻസ്പെക്ടർ കഴിഞ്ഞവർക്ക്, അങ്ങനെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ചെയ്തവർക്കൊക്കെ എന്താണ് പറ്റിയ ഒരു വാക്കൻസിയായിരുന്നു FCI. ഈ 3 വാക്കൻസീസും ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. കുറേ നാളായി നമുക്ക് തന്നെ അതെന്താണ് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം 2022 ഇതിൻ്റെയൊക്കെ അവസാന നോട്ടിഫിക്കേഷൻ, ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 2022 വിളിച്ചു, 2023 എക്സാം കഴിയുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവരൊക്കെ ഇയർലി ബേസിൽ എക്സാം നടത്തുന്നത് കൊണ്ട് തന്നെ 2024-25 സമയത്തിലൊക്കെ എക്സാം നടത്തണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാ കാൻഡിഡേറ്റ്സും ഉള്ളത്, അല്ലേ? സെൻട്രൽ ഗവൺമെൻറ് ജോബ് ആകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും ഈ എക്സാംസ് നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിങ്ങിൽ നമ്മളെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അവരെന്ത് ചെയ്തത്, KVSൻ്റെയും FCIയുടെയും MESൻ്റെയും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ ഇപ്പോൾ വിളിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്തിരുന്നു, പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ സ്റ്റിൽ എന്താണ് അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഈ കാര്യം നമ്മൾ നിങ്ങളെ അറിയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങളിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് KVS, MES, FCIയുടെയൊക്കെ എക്സാം ഡേറ്റ് വരുന്നില്ല, വാക്കൻസി ലിസ്റ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് എക്സാം ഡേറ്റ് വരുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് എല്ലാവരുടെ മൈൻഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ അവരുടെ കുറേ കണ്ടീഷനുണ്ട് ഓരോ ആൾക്കാർക്കും. അതായത് ഈ പറയുന്ന FCI ആയാലും MES ആയാലും പറയുന്ന കുറേ റീസൺസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് അവർ ഡിലേ ആക്കുന്നതാണ്. അതായത് അസംബ്ലി ഇലക്ഷൻസ് കൊണ്ടാണ് ഈ പറയുന്ന KVS മാറ്റി വെച്ചതെന്ന് പലപ്പോഴുമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന കുറച്ച് ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ വാക്കൻസി വിളിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാക്കൻസി മാറ്റമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ ഇറങ്ങിയാലേ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയ ആൾക്കാരെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ കുറേ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ കൊണ്ടാണ് ലാഗ് ആവുന്നതെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ഒന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവർ നടത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ എക്സാമായിട്ട് അപ്ഡേറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് എത്രയൊക്കെ ഇനി അവരുടെ വെബ്സൈറ്റിൽ കയറി റിക്രൂട്ട്മെൻറ്റ്സ് ഓപ്പണിങ്സ് നോക്കിക്കഴിഞ്ഞാലും വേറൊരു ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല. അവരൊന്നും അപ്ഡേറ്റ് തരാത്ത പക്ഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആദ്യമേ മനസ്സിലാക്കിക്കോളാം. ഇതിനു വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എക്സാം ഏപ്രിൽ 2025 അവരുടെ ആ ഒരു കലണ്ടർ അനുസരിച്ച് ഏപ്രിൽ 2025 വിളിക്കുമെന്നാണ് ഈ 3 എക്സാംസും. FCI ആയിക്കോട്ടെ, MES ആയിക്കോട്ടെ, KVS ആയിക്കോട്ടെ 2025 വരുമെന്നുള്ള ഉറപ്പാണ് ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവർ തന്നിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അപ്പുറം ഒരു ഡീറ്റെയിൽസ് നമ്മൾ അവരിൽ നിന്നും ചോദിക്കാൻ നടന്നാലും അവർ പറയും ഇന്ന മാസം നടത്തും എന്നുള്ളൊരു കാര്യം മാത്രമേ അവർ പറയുള്ളൂ. ഇപ്പം അവർ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ് ഏപ്രിൽ. ഇപ്പം ഏപ്രിൽ മെയ് എന്ന് പറയുന്ന ഒരു ടൈമാണ് തന്നെ. ഏപ്രിൽ കഴിയാറായി, എന്തായാലും മെയ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം എന്നുള്ളൊരു കാര്യം പറയുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമല്ല ജോലികളായിട്ട് വരുന്നത്. ഇത് നമുക്ക് ശരി തന്നെയാണ്, നല്ല വാക്കൻസീസിലാണ് അവർ വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ FCIയുടെ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് ഈ കാണുന്ന പോലെ 33,000 പുറത്ത് വാക്കൻസീസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തത്. എന്തുകൊണ്ട് എക്സാം കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ പ്രോബ്ലംസ് ആണ്. അവരുടെ ഇന്റേണലി നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് കാരണമാണ് അവർ നടത്താത്തതെന്നുള്ളൊരു കാര്യം അവർ ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ അപ്ഡേറ്റ് വരും എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ FCI ആയാലും അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്തുന്നത് 2022 അന്ന് 4,710 വാക്കൻസീസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇത്രയും ട്രിപ്പിൾ വാക്കൻസി പോലെ ഇങ്ങനെ ഇത്രയും ഇൻക്രീസ് ആയി വരുന്ന ഒരു സമയത്ത് അവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ട നോട്ടിഫിക്കേഷൻ വാസ് റിലീസ്ഡ് ഓൺ May 7, 2022. ആ സമയം 2022 May 7 എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ജൂണിലൊക്കെ ആയിരുന്നു ക്ലോസ് ആയത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് അവർ പറയുന്നത് ഏപ്രിൽ കഴിഞ്ഞുള്ള എപ്പോൾ വേണമെങ്കിലും ഇത് വിളിക്കാം എന്നുള്ളൊരു സത്യാവസ്ഥയാണ് അവർ പറയുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക്
ഇതിനു വേണ്ടി അത്രയും പ്രതീക്ഷിച്ചിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് എന്താണ് സാധ്യതയുള്ള ഒരു കാര്യമല്ല. ഇതേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യരുത്, ഇരിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം, ആസ് ഓഫ് April 2025 FCI is preparing to launch a major recruitment campaign എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റ്സിലൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 33,566 വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡിനും തേർഡ് കാറ്റഗറി, സെക്കൻഡ് ആൻഡ് തേർഡ്. ഫോർത്ത് ആയിരുന്നെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് സെക്കൻഡ് ആൻഡ് തേർഡ് വരുന്നത് +2 കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബിടെക് പോലെ ഫുഡ് ആൻഡ് ടെക്നോളജിയിലൊക്കെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള BSc ഫുഡ് ആൻഡ് ടെക്നോളജി പഠിച്ചവർക്കും ഹെൽത്ത് ഇൻസ്പെക്ടർ പോലെയുള്ള കോഴ്സസ് ചെയ്തവർക്കും ഉള്ളൊരു റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും സൂൺ റിലീസ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. https.fca.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അറിയിക്കുമെന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അപ്ഡേറ്റ്സ് വന്നാലും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇതിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല, ശരിക്കും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇഷ്ടത്തിനാണ് നടത്തുന്നത്. കാരണം അവരൊക്കെ എന്താണ് പ്രത്യേകം PSUs ആണ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ വരുന്നതാണ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്കറിയാം FCA എന്ന് പറഞ്ഞാൽ ഫുഡ് ആൻഡ് ടെക്നോളജി, ഫുഡ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രിയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ആ മിനിസ്ട്രിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അവർ പറയുന്ന ഒരു സമയത്ത് മാത്രമേ അവർക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറേ കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് വിളിച്ചത് MESന്റെ റിക്രൂട്ട്മെന്റ് 2025 41,822 വാക്കൻസീസ് ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. നമുക്കുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്, ശരിയാണ്. 2022 വിളിച്ചിട്ട് 2024 പുതിയ നോട്ടിഫിക്കേഷൻ 2025 ആയിട്ട് 2022 തൊട്ട് ഈ നോട്ടിഫിക്കേഷൻ കിടന്ന് കറങ്ങിയാണ്. അതുകൊണ്ട് നടക്കൂലേ എന്നുള്ളൊരു സ്കോപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്കില്ല എന്നുള്ളൊരു കാര്യമാണ് പറയേണ്ടത്. ഡ്രോട്ട്സ് ബാൻഡ്, സ്റ്റോർ കീപ്പർ, സൂപ്പർവിഷൻ, ഈ MTS, MAT ഇങ്ങനത്തെയൊക്കെ കുറേ വാക്കൻസി ഇട്ടിട്ട് തന്നെയാണ് ഇവർ വിളിക്കാറുള്ളത്. ഓരോന്നിനും ഇത്ര വാക്കൻസി കൊടുത്താണ് വിളിക്കുന്നത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, സാഹചര്യവശാൽ ഇവർക്ക് ഈ വാക്കൻസി ആവശ്യം വരാണ്ട് വരിക്കാം. അപ്പം ഇവർ ഇതുവരെയും ഇതൊന്നും റിജക്റ്റ് ചെയ്തിട്ടില്ല, അതായത് വേണ്ട എന്ന് വെച്ചിട്ടില്ല. ഒന്നി അവരെന്ത് ചെയ്യണമായിരുന്നു, വേണ്ടാന്ന് വെക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നു, പോസ്റ്റ്പോൺ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ അവിടെ ആളുണ്ട്, ആൾ മാറിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കണം അവരെന്ത് ചെയ്യുന്നത്, ഇത്രയും പോസ്റ്റ്പോൺ ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്തേനെ. ഇതുവരെയും അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുക. കാൻഡിഡേറ്റ്സ് വിത്ത് ക്വാളിഫിക്കേഷൻ റേഞ്ചിങ് ഫ്രം 10th 12th ഗ്രാജുവേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ സ്പെസിഫിക് പോസ്റ്റ് ആണ്. ഇതിലെല്ലാം എന്തുണ്ട്, 10നും +2നും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാജുവേഷൻകാർക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടൺ എക്സാമിനേഷന് ഫോളോഡ് ബൈ എ ഫിസിക്കൽ ടെസ്റ്റും ആണ് വരുന്നത് കേട്ടോ. റിട്ടൺ എക്സാമിനേഷൻ ഫിസിക്കലുമാണ് വരുന്നത്. നിങ്ങൾക്ക് സാലറി റേഞ്ച് തന്നെ അറിയാം, 56,000 നിന്ന് തുടങ്ങി 1,77,000 വരെ കിട്ടുന്ന സാലറി പാക്കേജിങ് ആണ് MESന് വരുന്നത്. കാരണം എഞ്ചിനീയറിംഗ് സർവീസസ് ആണ്, ആർമിയിലാണ് ജോലി കിട്ടുന്നത്. അതുകൊണ്ടാണ് അത്രയും സാലറി ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഒരു തെറ്റ് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ KVSന്റെ കാര്യം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഈ 2023 വിളിക്കുമെന്ന് പറഞ്ഞിരുന്ന സാധനമാണ് KVS. പക്ഷേ ഇതുവരെയും വിളിച്ചിട്ടില്ല. കേന്ദ്രീയ വിദ്യാലയ സംഘാടന ഇങ്ങനെ തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് 9,156 വാക്കൻസീസ് വിളിച്ചതിൽ ടീച്ചിങ്ങിന് മാത്രമായിട്ട് 7,000+ഉം നോൺ ടീച്ചിങ്ങിന് 1,712 വാക്കൻസീസ് അവർ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനോടെ കാറ്റഗറി വിളിച്ച് തരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, പുതിയ എക്സാം ഡേറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അവരുടെ കലണ്ടർ അനുസരിച്ച് April May വരുമെന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞും വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ പ്രതീക്ഷ വയ്ക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ എന്ത് ചെയ്യും, അവർ വീണ്ടും ലേറ്റ് ആക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ഇനി അടുത്ത എക്സാം ലെവൽ നാഷണൽ ലെവൽ എക്സാമാണ് വരുന്നത്. നിങ്ങൾക്കറിയാം KVS എന്ന് പറഞ്ഞാൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നിങ്ങൾക്ക് എന്താണ് CBT ഒരു റിട്ടൺ എക്സാമിനേഷനും ഒരു ഇൻ്റർവ്യൂ ആണ് വരുന്നത്. PRT പല ടീച്ചേഴ്സ് ഉണ്ട്, പ്രൈമറി ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഓരോ ഏജ് ലിമിറ്റും ഉണ്ട്. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്താൽ മതി, ഈ ഒരു നോട്ടിഫിക്കേഷൻ ക്ലിയർലി April May ടൈമിനുള്ളിൽ വന്നിട്ടേ കാര്യമുള്ളൂ. എങ്കിലേ നമ്മൾ പഠിക്കാനും തുടങ്ങാൻ പറ്റും. എന്തായാലും ഒരു സമയം തരും പഠിക്കാനൊക്കെ ഉള്ള. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യം നിങ്ങൾ ഈ ഒരു ജെനുവിനിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. MES ആയാലും FCA ആയാലും അതുപോലെ തന്നെ KVS ആയാലും അവർ വിളിക്കുമെന്ന് പറഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് April May ആണ്. അതിനുള്ളിൽ വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, ഈ വർഷവും നടത്തില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഉള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക. പുതിയ എക്സാംസുകൾക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുക. നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോയി എല്ലാ എക്സാംസും നമുക്ക് കണ്ടക്ട് ചെയ്യണം എന്ന് പറയാനുള്ള ഒരു വോയിസ് നമുക്കില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന അവരുടെ ഡിപ്പാർട്ട്മെൻറ്റൽ വാക്കൻസി അനുസരിച്ച് മാത്രമേ അവർക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ആദ്യമായിട്ട് റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികൾ നിങ്ങൾ നോക്കി പോവുക. അപ്പോൾ ഇനിയും ഒരുപാട് എക്സാംസുകൾ വരുന്നുണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.